നമസ്കാരം, ഇത് IBN മലയാളം. ഈ നാട്ടിൽ ഒരാപത്ത് സംഭവിച്ചാൽ ആപത്തിൽപ്പെട്ടവരെ എങ്ങനെ സഹായിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല. അത് എപ്രകാരം വേണമെന്ന് പാർട്ടി അനുചരന്മാർ നമ്മോട് കൽപ്പിക്കും. അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്ത് പങ്കുവച്ച ലേഖനം ശ്രദ്ധേയമാകുന്നു. ആ ലേഖനം ഇങ്ങനെയാണ്: ഭാരതം എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ നാം ജീവിക്കുന്നു എന്ന് അഭിമാനത്തോടെയും വടക്കൻ കൊറിയ പോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങളെ കാണുമ്പോൾ ആശ്വാസത്തോടെയും നമ്മൾ പറയാറുണ്ട്. ഈ രാജ്യത്തിൻ്റെ അനവധി പ്രത്യേകതകളിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഈ രാജ്യത്ത് വിമർശന വിധേയമല്ലാത്തത് ഒന്നും തന്നെ ഇല്ല എന്നത്. ഈ രാജ്യത്തെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയതുമായ വ്യക്തികൾ, കോടതികൾ, ഭരണ സംവിധാനങ്ങൾ, മതങ്ങൾ, ദൈവിക സങ്കല്പങ്ങൾ, അങ്ങനെ തുടങ്ങി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വരെ വിമർശനങ്ങൾക്ക് വിധേയമാണ്. വിമർശനങ്ങളിൽ കൂടിയും ചർച്ചകളിൽ കൂടിയും നൂതനമായതും കുറ്റമറ്റതുമായ ആശയങ്ങളും സംവിധാനങ്ങളും ഉയർന്നു വരും എന്നതാണ് അടിസ്ഥാന ചിന്താഗതി. വിമർശനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില എക്സ്പ്രഷനുകൾ ഉണ്ട്. ആ എക്സ്പ്രഷനുകളെ മനസ്സിലാക്കാത്തവർ കേസും കൂട്ടവുമായി കോടതി വരാന്തകളിലും ജയിലിലും ഒക്കെയായി കാലം കഴിക്കേണ്ടി വരും. വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു തന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയെപ്പോലും നമ്മൾ പഴിച്ചുപോയി എന്നും വരാം. ആ എക്സ്പ്രഷനുകൾ എന്താണെന്നല്ലേ? അത് അധികമൊന്നുമില്ല. ഒറ്റ വരിയിൽ പറഞ്ഞാൽ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ അന്തസേവകരായ അനുചരന്മാരുടെയും ചെയ്തികളെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ പാടില്ല. അതെന്തു തന്നെ ആയാലും കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ അധ്വാനവും പണവും പോലും ഈ കൂട്ടരുടെ ഇഷ്ടങ്ങൾക്കും വിധേയങ്ങൾക്കും അനുസരിച്ചല്ലാതെ വിനിയോഗിക്കാൻ പാടില്ല. മറിച്ച് ഒരു ചെറിയ വാക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പാർട്ടി സൈന്യത്തിൻ്റെ ഭേദ്യം നിങ്ങൾ പൊതുവഴിയിലും സാലറിയുടെ യൂണിഫോം അടിമകൾ ചുമത്തുന്ന കേസ് കൂട്ടങ്ങളെ കോടതികളിലും നേരിടേണ്ടി വരും. ഉദാഹരണത്തിന്, നാട്ടിലൊരു ആപത്ത് സംഭവിച്ചാൽ ആപത്തിൽപ്പെട്ടവരെ എങ്ങനെ സഹായിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല. അതെപ്രകാരം വേണമെന്ന് പാർട്ടി അനുചരന്മാർ നമ്മളോട് കൽപ്പിക്കും. കോടതികളും ഭരണഘടന പോലും വിമർശന വിധേയമായ ഈ രാജ്യത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെയോ ആ സംവിധാനത്തിൻ്റെ സുതാര്യമില്ലായ്മയെക്കുറിച്ചോ സംസാരിച്ചു പോയാൽ അങ്ങനെ സംസാരിക്കുന്നയാൾ വലിയ രാജ്യദ്രോഹിയും കൊടും ക്രിമിനലുമായി പ്രഖ്യാപിക്കപ്പെടുന്നതും ജയിലിൽ അടയ്ക്കപ്പെടുന്നതും ആയിരിക്കും. ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ഏടുകൾ ഇവിടെ എഴുതി ചേർക്കപ്പെടുകയാണ്. നമ്മുടെ ജനാധിപത്യം വിപുലപ്പെട്ടതാണ്. നമ്മൾ അപ്രകാരമേ ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം അവർ അങ്ങനെ ചിന്തിക്കാനാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. മറിച്ചായാൽ മറക്കണ്ട, ജയിൽ. ജനങ്ങൾക്കൊന്നാകെ ഒരു ആപത്ത് സംഭവിച്ചാൽ ജനങ്ങളിൽ നിന്ന് തന്നെ പിരിവെടുക്കാതെ ആപത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനുമുള്ള കരുത്തും ഉത്തരവാദിത്വ ബോധവും സാമ്പത്തിക ഭദ്രതയും ഉള്ള ഒരു സർക്കാർ ഇവിടെയുണ്ട് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല ഭരണക്കാരെ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമില്ല. ചോദിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മറുപടി വിലങ്ങുകളായിരിക്കും. 2018 പ്രളയത്തോട് അനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുകകൾ സുതാര്യമല്ലാതെ വിനിയോഗിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയങ്ങളും വിമർശനങ്ങളും ഉയർന്നു തുടങ്ങിയത് എന്ന് പലരും വിസ്മരിച്ചു പോകുന്നു. എത്ര തുകകൾ ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ വിനിയോഗിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംശയത്തിൻ്റെ നിഴലിലേക്ക് വന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന സംവിധാനത്തെ ഈ വിമർശനം ഉന്നയിക്കുന്നവരും മതിപ്പോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്ന ആൾക്കാർക്കാർക്കെങ്കിലും അവർ നൽകിയ സംഭാവനകൾ എപ്രകാരം വിനിയോഗിക്കപ്പെട്ടു എന്നറിയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ സംഭാവന നൽകിയവർക്കെങ്കിലും സർക്കാർ ഒരു വിശദീകരണവും തുകകൾ വിനിയോഗിക്കപ്പെട്ട രീതികളും നൽകാൻ തയ്യാറായിട്ടുണ്ടോ? ഉഴവൂർ വിജയനും കോടിയേരി ബാലകൃഷ്ണൻ്റെ ഗൺമാനും നൽകാനുള്ളതാണോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് ചോദിക്കുന്നതാണോ തെറ്റ്? ഭരണക്കാരെ, നിങ്ങളുടെ കണ്ണിൽ ഈ ചോദ്യങ്ങളാണ് തെറ്റ്. നിങ്ങൾ ഈ ചോദ്യങ്ങളെ തെറ്റായും മഹാപാതകങ്ങളായും ക്രൈമായും അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നാൽ നിങ്ങൾ കാണിച്ച അഴിമതിയും കെടുകാര്യസ്ഥതയും പൊതുജനം മനസ്സിലാക്കും. ചോദ്യങ്ങൾ ഉയരുന്നതിൻ്റെ കാരണങ്ങളെ പരിഹരിക്കാതെ ചോദ്യങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന ഈ രീതി അഭിനവ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും ചേർന്നതാണോ എന്ന ആത്മപരിശോധന നന്നായിരിക്കും. ഒരാപത്ത് സംഭവിക്കുമ്പോഴാണോ വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്ന മറുചോദ്യമാണ് ഈ വിഭാഗക്കാർ സ്വയം സംരക്ഷണാർത്ഥം നടത്തുന്ന ഏറ്റവും ഫലവത്തായ മറുചോദ്യം.
അത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്നില്ല എന്ന് മാത്രമല്ല, അഴിമതിക്കാർ സാഹചര്യങ്ങളെ മുതലെടുത്ത് പ്രയോഗിക്കുന്ന പരിചയമാണ്. അർഹരായ വ്യക്തികളിലേക്ക് സുമനസ്സുകളിൽ നിന്ന് പ്രവഹിക്കുന്ന സഹായങ്ങൾ ശരിയായ വിധത്തിൽ എത്തിച്ചേരുന്നതിന് യോഗ്യമായത് പൊതുജനങ്ങളിൽ നിന്നും ഒന്നായി ഉയരുന്ന ചോദ്യങ്ങളാണ്. ചോദ്യം ചോദിക്കുന്നവനെ ആക്ഷേപിക്കുക, കയ്യേറ്റം ചെയ്യുക, കേസുകളിൽ കൊടുക്കുക തുടങ്ങിയ മാർഗങ്ങളിൽ കൂടി നേരിടുന്നത് തന്നെ എന്തൊക്കെയോ മറക്കാനുള്ളവരുടെ ലക്ഷണമാണ്. ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നത് പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ആ സഹായങ്ങൾ അവരിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മടിയിൽ കനമുള്ളവർ ഉത്തരം പറയേണ്ട. വിലങ്ങുകൾ പൊട്ടിച്ചെറിയുന്നത് മാത്രമല്ല, വിലങ്ങുകൾ അണിയുന്നതും ചില അവസരങ്ങളിൽ വലിയ സമരമാർഗമാണ്. ദുരിതാശ്വാസ നിധി വിനിയോഗിക്കുന്നതിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പത്രമാധ്യമങ്ങളിൽ മുൻപ് വന്ന ചില വാർത്തകൾ നമുക്കെല്ലാം ഓർമ്മയുണ്ടാകുമല്ലോ. സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ വാർത്തകൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഇതെല്ലാം തെറ്റായ വാർത്തകളാണെങ്കിൽ ആ വാർത്തകൾ നൽകിയ പത്രമാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. ഇതിന് രണ്ടിനും കഴിയില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ ആക്ഷേപിച്ചും ആക്രമിച്ചും കഴിഞ്ഞുകൊള്ളുക. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.